നമസ്കാരം. കോഴിക്കോട് ദേശീയപാതയ്ക്ക് സമീപം നെല്ലിക്കോട്ട് സൗകര്യ ഫ്ലാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ച വിവരം പുറംലോകം അറിയുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. ദേശീയപാതയോരത്തെ ആൾതാമസം കുറഞ്ഞ ഭാഗത്താണ് സൗകര്യ ഫ്ലാറ്റ് നിർമ്മാണം നടക്കുന്നത്. ഞായറാഴ്ച ആയതിനാൽ നിർമ്മാണ ജോലിക്കായി കുറവായിരുന്നു. സ്ഥലത്ത് താമസിക്കുന്ന 3 ബംഗാൾ സ്വദേശികളാണ് ഒഴിവു ദിവസമായിട്ടും ജോലിക്കെത്തിയത്. നിർമ്മാണ മേഖലയിൽ ചുറ്റും 4 മീറ്റർ ഉയരത്തിൽ ഇരുമ്പു ഷീറ്റ് മറച്ച് പുറമെ നിന്ന് കാണാനാകില്ല. അപകടം നടന്നതോടെ തൊട്ടടുത്ത സൗകര്യ ടൂറിസ്റ്റ് ഹോമിലെ ജീവനക്കാരാണ് എത്തിയത്. പരിക്കേറ്റ 2 പേർ നിലവിളിക്കുന്നത് കേട്ടതോടെയാണ് സംഭവം ഗുരുതരമാണെന്ന് തിരിച്ചറിഞ്ഞത്. നിലവിൽ 15 മുതൽ 20 ജോലിക്കാരാണ് ഇവിടെ ഉള്ളത്. സംഭവം നടന്ന് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അഗ്നിരക്ഷാ സേന എത്തിയത്. ഇതോടെ പ്രദേശത്തുള്ളവരും തൊണ്ടയാട്, പാലായി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഓടിയെത്തി. ഫ്ലാറ്റ് നിർമ്മാണത്തിൻ്റെ അടിത്തറയിൽ 2 നിലയിൽ കോൺക്രീറ്റ് കോളങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർന്ന് കെട്ടിടം ഉയർത്തുന്നതിനു തൂണുകൾക്കുള്ള കമ്പി ഘടിപ്പിച്ച അവസ്ഥയിലാണ്. ഇതിനു ചുറ്റും കോൺക്രീറ്റ് ചെയ്യുന്ന ഷീറ്റ് കിട്ടുന്നതിനിടെയാണ് അപകടം. 14 നില കെട്ടിടത്തിനാണ് കോർപ്പറേഷൻ നിർമ്മാണ അനുമതി നൽകിയത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 61 ഫ്ലാറ്റുകളാണ് കെട്ടിടത്തിൽ ഉണ്ടാവുക. എന്നാൽ ഇത്രയും താമസക്കാർക്കുള്ള പാർക്കിംഗ് സൗകര്യം കെട്ടിടത്തിൽ ഉണ്ടാകുമോ എന്ന് ആശങ്ക തുടക്കത്തിൽ തന്നെ നാട്ടുകാർ ഉണ്ടായിരുന്നു. നിർമ്മാണം ആരംഭിക്കുന്നതിന് 1 വർഷം മുൻപ് സ്ഥലത്തേക്ക് പ്രതിഷേധിച്ചായിരുന്നു ചില ആളുകൾ. എന്നാൽ എല്ലാ സുരക്ഷയിലും നിർമ്മാണം എന്നാണ് അധികൃതർ അറിയിച്ചത്. പല ഘട്ടത്തിലും നിർമ്മാണങ്ങൾക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയെങ്കിലും ഫ്ലാറ്റ് ഉടമകൾ നിസ്സഹകരിച്ചതിനാൽ നാട്ടുകാർ പറഞ്ഞു. ഫസ്റ്റിലെന്താ സംഭവിക്കുന്നത്? ഫസ്റ്റിൽ ഇങ്ങനെ ചരല് വീഴുന്നായി ഒച്ചട്ട് ഇവിടുന്ന് ഇങ്ങനെ മറിച്ചല്ലോ ഒരു. അപ്പൊ മോൻ പറഞ്ഞു അച്ഛമ്മ കല്ലെടുത്ത് എറിയണ്ടാരോ നന്ദി കുട്ടിയല്ലേ. അപ്പൊ ഞാൻ ബാക്കോട്ടൊക്കെ തിരിഞ്ഞു ആരില്ല അവന്ന് പറയും. അത് പറയുമ്പോഴേക്ക് ഷീറ്റ് താഴെ വീഴുമ്പോ ഞാൻ പറഞ്ഞു അയ്യോ മോനെ ഇടിയാണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒരു പോസ്റ്റൊക്കെ പാടി ഈ ഷീറ്റുമിലെ വീണ് ലൈനൊക്കെ പൊട്ടി തീയായി. അപ്പൊ ഈ വീട്ടിലാളുണ്ടായിരുന്നു? ഇവിടെ ആളുണ്ടായിനി. ഇതൊക്കെ കുലുങ്ങുന്നുണ്ട്. അവിടുന്ന് ആ വീട് അത്രയും ഉയരത്തിലുള്ള മതിലല്ലേ? നിങ്ങൾ ഇതിന് ആർക്കൊക്കെ പരാതി നേരത്തെ കൊടുത്ത്? അവിടെ അറ്റത്തുള്ള വീട്ടിലുള്ളവരാണ് പരാതി ചെയ്ത്. ആർക്കാ കൊടുത്ത എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് പരാതി ഒന്നും കൊടുത്തിട്ടില്ല. അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ പരാതി കൊടുക്കാതിരുന്നത്? ഞങ്ങളെ സ്വന്തം വീടല്ല അത്. ഞങ്ങൾ ഇവിടെ പണയത്തിന് നിൽക്കുക. ആ പാർട്ടിനോട് എത്രയോ പ്രാവശ്യം ഞങ്ങൾ വിളിച്ച് പറയേണ്ടത് ഇങ്ങനെ ചെയ്യണ്ട് നിങ്ങൾ വന്ന് ഓൻ എപ്പോഴെങ്കിലും ഒന്ന് വരും. ഓരോരുത്തർ എന്തെങ്കിലും പറഞ്ഞു ഓൻ പോകും. ഇവരിവിടെ ആളുകളൊക്കെ പാർട്ടിക്കാരൊക്കെ വന്നിട്ട് പൈസ വാങ്ങുന്നുണ്ടോ? പൈസ വാങ്ങുന്നുണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ വരൂല. നിങ്ങൾ സ്റ്റേ വാങ്ങിയിട്ട് ഒരു പണി എടുക്കുകയാണ്. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു പിടി മുറുക്കിയിട്ടാണ് ഒരു ഈ പണി ചെയ്യുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ ആൾക്കാരും പണം വാങ്ങിയിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും പണം വാങ്ങിയിട്ടുണ്ട്. നടക്കൂല. ഈ മണ്ണൊക്കെ ഇവിടുന്ന് എടുക്കുമ്പോ പോലീസ് അതൊന്നും നിരീക്ഷിച്ചിട്ടില്ല. ഒരു പോലീസും ഇല്ല. അപ്പൊ മണ്ണെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ലല്ലോ. ലോറി മണ്ണ് അതിനാണ് ഒരു ഇത് കാണുന്നതിനാണ് ഇത് കെട്ടിമൂടി. ഇത്രയും ഉയരത്തിലുള്ള ഈ സംഭവം ഇത്രയും വലിയൊരു കുഴിക്കുമ്പോ ഞാൻ അതിന്റെ ഉള്ളിൽ കൂടി നോക്കി ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെ മണ്ണ് അടുപ്പിച്ചെടുക്കരുത്. ഇവിടെ വീട്ടുകാർ താമസിക്കുന്നുണ്ട്. നമ്മളെ വീടല്ലെങ്കിലും ഇവിടെ താമസിക്കുന്നില്ല. അല്ല ഇതിപ്പോ ആരാ ശരിക്കും പരാതിക്കാരൻ? ആരാ ഇതിലുള്ളത് യഥാർത്ഥ പരാതിക്കാരൻ ഇവിടെ ഉള്ള ആൾക്കാരാണ്. നമ്മള് വന്ന് താമസിക്കുന്നവരല്ലേ. ഇവരൊക്കെ ഉണ്ട്. അവരെല്ലാരും ഉണ്ട്. ഈ വീട്ടുകാരുണ്ട്. ഓരൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല് ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പണം വാങ്ങിയിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും പണം വാങ്ങിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ ഓർഡർ ഇട്ട് കിട്ടിയ സ്ഥലമാണ്. ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട്. പിന്നെ എങ്ങനെ മണ്ണെടുക്കല്? അപ്പൊ കോടതിക്ക് നിലവാരം എല്ലാം ഉണ്ടായിരുന്നുണ്ടല്ലേ? കോടതിന്റെ വെറുതെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിയത് അതിനിപ്പോ പൈസ മുടക്കിയിട്ടല്ല ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങുന്നത്. അതിലൊക്കെ നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾ ഒപ്പിട്ടിണ്ടായല്ലോ അല്ലേ? നമസ്കാരം മാഡം. ഞാൻ പത്രപ്രവർത്തന. അപ്പൊ ഞാനെന്താ വെച്ചാൽ അറിയാണ്ട് എന്നാലും അങ്ങോട്ട് പോകട്ടെ. നിങ്ങൾ അമ്മനോട് പറയാ ഒരു സാധനം എടുക്കാൻ അങ്ങോട്ട് പോകണ്ട. അപ്പുറത്തല്ലേ? എന്തായാലും വീട്ടിലേക്ക് പോകുക തന്നെ വളരെ പ്രയാസമുള്ള പോയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് ഇറങ്ങേണ്ടി വരും. ബാക്ക് കൂടി അല്ല മുന്നിൽ തന്നെ ബേക്ക് തുറക്കാനൊന്നും സൗകര്യമില്ല.
ഓ വാതിലടച്ചില്ല ഞങ്ങള് പിന്നെ ബാക്കിൽ കൂടി വേണമെങ്കിൽ സാധനം എടുത്തോളൂ പോന്നതാ വെച്ചാല് മുന്നേ പോണ്ട